ഹായ് മക്കളെ, നമസ്കാരം. 9ാം ക്ലാസ്സിന്റെ കേരള പാഠാവലി പരീക്ഷയിൽ നിങ്ങൾ കാത്തിരുന്ന ആ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആ ചോദ്യങ്ങൾ പിടിച്ച് സെറ്റാക്കി വെച്ചോ. എന്താണ്? സെൽഫി എടുക്കുവാൻ ആളുകൾക്ക് കൂടുതൽ താല്പര്യമുണ്ടോ? എന്തായിരിക്കും കാരണം? സെൽഫി എടുക്കുവാൻ ആളുകൾക്ക് കൂടുതൽ താല്പര്യമുണ്ടോ? എന്തായിരിക്കും അതിന് കാരണം? നമ്മുടെ ആദ്യ പാഠഭാഗത്തിലെ ആമുഖത്തിൽ വരുന്ന സെൽഫി സ്റ്റിക്കും പിടിച്ച് നിൽക്കുന്ന ആ ചിത്രം ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ കാരണം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഉത്തരത്തിനകത്ത് എഴുതി വെച്ചേക്കുക. എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. നോക്കുക. അല്ലല്ലെന്തു കഥ ഇതു കഷ്ടമേ, അല്ലലാലങ്ങ് ജാതി മറന്നിതോ. മാതങ്കി ഇങ്ങനെ ചോദിക്കാൻ ഇടയായത് എന്തുകൊണ്ടാവാം? അല്ലല്ലെന്ത് കഥ ഇതു കഷ്ടമേ, അല്ലലാലങ്ങ് ജാതി മറന്നിതോ. മാതങ്കി ഇങ്ങനെ ചോദിക്കാൻ ഇടയായത് എന്തുകൊണ്ടാവാം? ഏത് സാഹചര്യത്തിലാണ് മാതങ്കി തൻ്റെ മുന്നിൽ നിൽക്കുന്ന സന്യാസിയോട് നിങ്ങൾ ജാതി മറന്നിട്ടാണോ ഇങ്ങനെ ചോദിക്കുന്നത്? അല്ലല്ലെന്ത്, അല്ലലാലങ്ങ്, ദുഃഖത്താൽ. കാരണം നമുക്കറിയാം ഉത്തരത്തിനെ കൃത്യമായിട്ട് എന്ത് ചെയ്തേക്കുക? നിങ്ങൾ പേപ്പറിനകത്തേക്ക് എഴുതി വെച്ചേക്കുക. നെക്സ്റ്റ്, കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അമ്മ, ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ ബൊലേറാം. ഈ രണ്ട് കഥാപാത്രങ്ങളിൽ ഒന്നെന്ത് ചെയ്യും? പരീക്ഷയ്ക്ക് ചോദിക്കും. സെറ്റാക്കി വെച്ചോളുക. കഥാപാത്ര നിരൂപണം. അമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. പാഠഭാഗത്തിൻ്റെ പേര് തന്നെ എന്താണ്? അമ്മ എന്നാണ്. കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ എഴുത്തുകാരൻ, കൃതി, ഏത് പാഠഭാഗത്തിലെ കഥാപാത്രം സെറ്റാക്കിയിട്ട് വേണം ബാക്കി വിശേഷണങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എഴുതാൻ വേണ്ടിയിട്ട് ഓർമ്മയിൽ വെച്ചേക്കുക. നെക്സ്റ്റ്, ചന്ത കൂടിയ ബഹളമാണ് അവിടെ. ഉമ്മായുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറേ പൂച്ചകൾ. പ്രശാന്തി തേടിയെത്തിയ ബഷീറിനെ അശാന്തിയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? പാഠഭാഗത്ത് അവതരിപ്പിക്കുന്നുണ്ട്. വീട്ടിലേക്ക് സമാധാനം തേടിയെത്തിയ ബഷീർ വല്ലാത്ത ബഹളങ്ങളുടെയും ഒച്ചകളുടെയും നടുവിലായിപ്പോയി. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഓരോ സാഹചര്യങ്ങൾ പാഠഭാഗത്ത് പരാമർശിക്കുന്നു. കൃത്യമായിട്ട് ആ സാഹചര്യങ്ങളെ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് ചെയ്യുക, നമ്മുടെ ഉത്തരത്തിനകത്ത് മെൻഷൻ ചെയ്യുക. നെക്സ്റ്റ്, തരു പക്ഷി മൃഗങ്ങളോടും ഈ നരരോടും സുരരോടും ഒന്നുമേ ഒരു മട്ടിവരുള്ളിൽ എന്തുന്നു അരള സരള സ്നേഹം നിനച്ചു ഞാൻ. ഈ വരികളിലെ ആശയവും നോവൽ ഭാഗവും വിശകലനം ചെയ്ത് ഡോക്ടർ കെ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. 3 നിരൂപണത്തിനാണ് സാധ്യത. 3 നിരൂപണവും നിങ്ങൾ സെറ്റാക്കി വെക്കുക. 1 അമ്മ എന്ന് പറയുന്ന കഥാപാത്രം, 2 ബൊലേറാം എന്ന കഥാപാത്രം, 3 ഡോക്ടർ കെ എന്ന കഥാപാത്രം. ഡോക്ടർ കെ എന്ന് പറയുന്നത് ഒരു മൃഗസ്നേഹിയായിരുന്നു, പ്രകൃതി സ്നേഹിയായിരുന്നു. പ്രകൃതിയെ അറിയുന്ന, മൃഗങ്ങളെ അറിയുന്ന, അവരുടെ വ്യവഹാരങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഡോക്ടറായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള എല്ലാ ഘടനയും പാലിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഡോക്ടർ കെ എന്ന കഥാപാത്ര നിരൂപണത്തെ നിങ്ങൾ സെറ്റാക്കുക. നെക്സ്റ്റ്, സ്വന്തം മാറത്തമ്മ മഹിക്കരി തീക്കനൽ വീണാൽ വീണോട്ടെ, എന്തിലുമേറെ കാമ്യം പണമേ തുച്ഛന്നത് കൈവന്നോട്ടെ. എന്തിനേയും ലാഭക്കൊതിയോടെ നോക്കിക്കാണുന്ന ആധുനിക മനുഷ്യൻ്റെ മനോഭാവമാണോ ഈ വരികളിൽ പ്രകടമാകുന്നത്? അപ്പോൾ ഈ വരി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം വിശദമാക്കണം. ആധുനിക മനുഷ്യൻ്റെ മനോഭാവത്തെ തൊട്ട് പിന്നാലെ എന്ത് ചെയ്യണം? പരാമർശിക്കണം. നമ്മുടെ ഉത്തരം എന്ത് ചെയ്യും? സെറ്റാവും. ഈ പറയപ്പെട്ട ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരങ്ങളും ഇന്ന് രാത്രി നടക്കുന്ന ലൈവ് ക്ലാസ്സിനകത്ത്, 7:30 നടക്കുന്ന ലൈവ് ക്ലാസ്സിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? മാഷ് പറയുന്നുണ്ട്. അപ്പം മക്കൾ എന്ത് ചെയ്യുക? ആ ക്ലാസ്സിനകത്തേക്ക് വരിക. മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? ക്ലാസ് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.